അച്ഛാ ശരിക്കും ഇപ്പോ എന്താണ് തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താണ് ശരിക്കും? തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ കാണുന്നവർക്കൊരു പൊട്ടനും പോഴനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ കാണുന്നവർ അവനെ പല രീതിയിൽ ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ എന്താ കാണിക്കണമെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരാളാണ് തൊപ്പി. അപ്പൊ കുറെ നാളുകളായിട്ട് ഇപ്പൊ തൊപ്പിയുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടെന്ന് എവിടെയാണ് തൊപ്പി? അതായത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ലൈവൊക്കെ നിർത്തി അങ്ങോട്ട് പോണേണ്, ഞാൻ ഇനി ഈ ഒരു ക്യാരക്ടറായിട്ട് വരില്ല എന്നുള്ള രീതിക്ക് മുടിയൊക്കെ വെട്ടിയിട്ട് പുള്ളി അങ്ങ് പോണേണ്. പിന്നെ ഒരു ദിവസം ലഹരി മരുന്നിന്റെ കേസിനകത്ത് തൊപ്പി ഒളിവിലാണെന്നുള്ള രീതിക്കുള്ള ഒരു സംഭവമൊക്കെ വന്ന്, അപ്പൊ ഞാൻ ആ ഒരു ലഹരി മരുന്നിന്റെ കേസ് എന്താണെന്നൊന്നും ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു തൊപ്പീനെ പറ്റിയിട്ട് തൊപ്പിയുടെ അതിനെ കൂടെ അടക്കുന്ന അച്ചായ എന്ന് പറയുന്ന ആ ഒരാളുണ്ടല്ലോ, ഈ അച്ചായ എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ ഒരു തൊപ്പിയുടെ വീഡിയോനകത്തെ കാര്യമായിട്ട് ഞാൻ പറയണം. ആ ഒരു അച്ചായ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പുള്ളി റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ തൊപ്പിയുടെ വീഡിയോനകത്ത് വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര ചൊറിയും, അതേപോലെ തന്നെ എനിക്ക് ഒരു താല്പര്യമില്ല. ഇങ്ങനെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞേറി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ അച്ചായ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പുള്ളി തൊപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപോകാം, എന്നിട്ട് ബാക്കി ഒരു മനുഷ്യനാണ് ഞാൻ. അതായത് ഞാൻ ഒറ്റപുത്രനാണ് വീട്ടിൽ. അപ്പൊ അത് ഒരു ഓൺ ബ്രദറിനെക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് എന്തും പറയാനും എന്തും ഷെയർ ചെയ്യാനും ഏത് രീതിയിലും കൂട്ടത്തിൽ നിർത്താനും പറ്റുന്ന രീതിയിലുള്ള ഒരാള് അങ്ങനെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇനിയിപ്പോ ഞങ്ങളുടെ ബന്ധത്തെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടുകാർ കണ്ണു വയ്ക്കാതിരുന്നാൽ മതി. ഓക്കെ, ഇത് അച്ഛാ ശരിക്കും ഇപ്പോ എന്താണ് തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താണ് ശരിക്കും? തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ കാണുന്നവർക്കൊരു പൊട്ടനും പോഴനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ കാണുന്നവർ അവനെ പല രീതിയിൽ ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ എന്താ കാണിക്കണമെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരാളാണ്. പക്ഷേ ഈസ് എ ബ്രില്യൻ ആക്ടർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡയറക്ടറിന്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആക്ടറാണ്. ഓക്കെ, അപ്പൊ തൊപ്പി എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരു പൊട്ടനാണെന്നുള്ള രീതിക്കാണ് ഈ പുള്ളി പറയുന്നത്. അപ്പൊ അതൊരു പരിധി വരെ ശരിയാണ്. കാര്യം തൊപ്പിനെ കാണുന്ന ആർക്കായാലും ഇവൻ എന്താണ് ഈ കാണിക്കണത് എന്നുള്ള രീതിക്കായിരിക്കും അത് കണ്ടിരിക്കണത്. അപ്പൊ ഒരു പൊട്ടൻ കിടന്ന് എന്തെങ്കിലും കാണിക്കണാകുമ്പോഴത്തേക്ക് അത് കണ്ട് ആസ്വദിക്കുന്ന രീതിക്കായിരിക്കും ഭൂരിഭാഗം വരും കാണുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയേക്കണതെന്ന് പറഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈനറാണ്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങള് എങ്ങനെയെങ്കിലും, അതായത് ഇപ്പൊ എന്ത് രീതിക്കാണ് പുള്ളി ചെയ്യുന്നത് എന്നുള്ളതല്ല, കാണുന്നവർക്ക് അത് എന്റർടൈൻ ആവുന്നുണ്ട്. അതിപ്പോ എന്റർടൈൻ ആവാത്തവരുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റർടൈൻ ആവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഈ തൊപ്പിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ തൊപ്പി എന്ന് പറഞ്ഞാൽ അതൊരു ക്യാരക്ടറാണ്, അല്ലാണ്ട് ഇപ്പൊ നിഹാദ് എന്നാണ് പുള്ളിയുടെ ശരിക്കും പേര്. പക്ഷെ ഈ തൊപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് പുള്ളി വന്നിട്ട് അഭിനയിക്കണമെന്നാണ് ഈ പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് പുള്ളി ശരിക്കും ഈ തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെ കരുതിയിരിക്കുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് പറയാം, എനിക്ക് ഈ പറഞ്ഞ ഡയറക്ടർമാരുടെ വീടൊന്നും അറിയാത്തതുകൊണ്ടാ. നോക്കി ഇതിട്ട് പറഞ്ഞു സാർ അടുത്ത പടത്തിൽ എന്നെ ചേർക്കണെന്ന്. ഓക്കെ, അച്ഛൻ ഇപ്പൊ ഈ തൊപ്പിയായിട്ട് ഇപ്പൊ അച്ഛൻ ചേർന്നതിന് ശേഷം കുറെ ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന കുറെ സ്കിറ്റുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതില് നമ്മൾ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം പോസിറ്റീവ് തന്നെ പറയാം. നിങ്ങൾ ചെയ്യുന്ന പല ക്യാരക്ടറുകളും നമ്മളിങ്ങനെ ഓർത്ത് ചിരിച്ചേക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പല സാധനങ്ങൾ, ആ പ്രതിമ പൊട്ടിക്കുന്നതും അങ്ങനെ ഇങ്ങനെയായിട്ട് അച്ചായൻ അഡ്വക്കേറ്റ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് പല സാധനങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ അതുവരെ പലരും തെറി വിളിച്ചിരുന്ന തൊപ്പീനെ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു സൈഡിൽ ഇപ്പോഴും, കാരണം കുട്ടികൾ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ എപ്പോഴാണ് എന്താണ് വായിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഈ ആങ്കർ എന്താണോ ചോദിച്ചു വരുന്നത്, അതായത് ഈ ഫാമിലി ആയിട്ട് പുള്ളിക്ക് തൊപ്പിയുടെ വീഡിയോ ഇരുന്ന് കാണണമെന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു ഏപ്പടം ഇരുന്ന് ഫാമിലി ആയിട്ട് കാണൂ? അതായത് ഒരു അഡൾട്ടറേറ്റഡ് അത് അങ്ങനത്തെ പടം നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണൂ? ഇല്ലല്ലോ. നമ്മുടെ അതിൻ്റെതായ രീതിക്കല്ലേ നമ്മൾ ഓരോ ഇത് കാണുള്ളൂ. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് തൊപ്പിയുടെ കേസിനകത്ത് പറയാനുള്ളത്. അങ്ങനെ ഒരു വീഡിയോ ആണത്. ആ പുള്ളി ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഐഷോ സ്പീഡൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു രീതിക്കുള്ള കണ്ടന്റ് ആണ്. അതിനകത്ത് പുള്ളി പല രീതിക്കുള്ള വേർഡ്സും പറയും. അതിപ്പോ അത് അങ്ങനത്തെ വേർഡ്സ് ആണ്, അത് അങ്ങനെ കാണണമെന്നുള്ളവർ കണ്ടാതി എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതെന്നിട്ട് ഈ പുള്ളിക്ക് ഫാമിലി ആയിട്ട് കാണാത്തതിലാണ് വിഷമം. അപ്പൊ ബാക്കി നമ്മളിൽ എല്ലാവരിലും ഉള്ളൊരു സംഭവം, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രം ഉള്ളപ്പോൾ നമുക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ?
അവിടെ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ആളില്ല. എല്ലാവരും ഒരേ കാറ്റഗറിയിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു സഭയിൽ സംസാരിക്കുന്ന ആ ഒരു മൂഡിലാണ് പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്റ്റൈൽ. 18 മുതൽ 23 വരെയുള്ള ഓഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. കാറ്റഗറി നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ എന്താ പറയുക സാമൂഹിക പ്രതിബദ്ധത മറ്റു കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പൊ എന്ത് ചെയ്താലും പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായും. അപ്പം നമ്മൾ മാക്സിമം എന്റർടൈൻമെന്റ് ആക്കുക എന്ന് മാത്രമാണ് നോക്കണം. ഇപ്പം പലരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ചായ നിങ്ങളൊക്കെ ഞങ്ങളുടെ സ്ട്രെസ് റിലീഫർ ആണെന്ന്. അപ്പൊ അത് ഏത് മാനറാണെന്ന് ഞാൻ ചോദിക്കാൻ പറ്റില്ല, പക്ഷെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അത് ശരിയാണ്. ഈ സ്ട്രെസ് റിലീഫർ എന്ന് പറഞ്ഞ പരിപാടി തന്നെയാണ് ഈ തൊപ്പിയുടെ വീഡിയോകൾ. അതിനകത്ത് ഈ അച്ചായ എന്ന് പറയുന്നത് എനിക്കൊരു സ്ട്രെസ് റിലീഫർ ആയിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഈ അച്ചായം വരുമ്പോഴൊക്കെ ആ ഒരു തൊപ്പിയുടെ വീഡിയോ ഒരുമാതിരി ആർട്ടിഫിഷ്യൽ ആയിട്ട് പോണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പൊ ഈ അച്ചായം ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവാം, അവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അച്ചായം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ തൊപ്പിയുടെ ആ പഴയ ആ ഒരു വീഡിയോനുണ്ടായ ആ ഒരു രസവും അതൊക്കെ അങ്ങോട്ട് പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ അച്ചായ എന്ന് പറഞ്ഞ ആളെ പറ്റി. പക്ഷെ എന്റെയൊക്കെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് നീ ആരാവനും ദൈവത്തിന് മാത്രം അറിയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ അവിടെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളില് വേറെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മളെ പ്രോഗ്രാം ഇപ്പൊ പറഞ്ഞില്ല, അഡ്വക്കേറ്റ് ആയിട്ട് തന്ന സാധനത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവനൊരു ഡയലോഗ് പറയുമ്പോ യെസ് ഹൗസ് ഓണർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടിക്കുന്നത്. പറഞ്ഞ യുവർ ഓണർ എന്നാണ് പറയുന്നത്. അതൊക്കെ സ്പോട്ടിൽ ചെയ്യുന്ന സ്പോട്ടിൽ വന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ കണ്ണിന്റെ മുമ്പിൽ പറ്റിയ സാധനം വെച്ചിട്ട് നമ്മള് കയറി വരുന്ന കാര്യം പറഞ്ഞാൽ സീരിയസ്ലി അവിടെ ഒന്നുമില്ല. അത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് പോലല്ലോ സാധനം. അവിടെ ഞാൻ തന്നെ പറയുന്നത്, എടാ ഒരു കടലിന്റെ സൈഡിൽ കൂടി ഒരു പെണ്ണിങ്ങനെ നടന്ന് എൻ്റെ അടുക്കിലേക്ക് വരികയാണ്, നീ മിണ്ടല്ലേ, എൻ്റെ ക്ലോസ് അടുത്തടാ ഞാനിപ്പോൾ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പതുക്കെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ കൈകൊണ്ടിലും അച്ചായ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കും. അവിടെ കട്ട്. അപ്പൊ അത് ഓഡിയൻസിന് അത് കിട്ടി സാധനം, ഇയാളെന്താ കണ്ടതെന്നും ഇയാളിതെന്താ ചെയ്യാൻ പോയെന്നൊക്കെ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ല, അടിമുടി സ്ക്രിപ്റ്റഡ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പുള്ളി പറയുന്നത് ചില ഡയലോഗുകളൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് ഉണ്ടാവാം, പക്ഷേ ഈ പുള്ളി പറഞ്ഞല്ലേ ഇപ്പൊ മറ്റേ ആ ഒരു VR വയ്ക്കുന്ന ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ടൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് കാണിക്കുമ്പോഴത്തേക്കും അത്രയും ഒരു ഭയങ്കര റിയാലിറ്റി ആയിട്ടൊക്കെയാണ് ആ ഒരു സംഭവം കാണിച്ചത്. പുള്ളി ആ ഒരു വീഡിയോ കാണുന്ന സംഭവമൊക്കെ. അപ്പൊ ആ ഒരു സംഭവമൊക്കെ ഫേക്കാർന്ന് എന്നാണ് ഇവര് പറയുന്നത്. അതായത് തൊപ്പിയുടെ വീഡിയോനകത്ത് വരുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അതെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റഡ് സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാം, അതായത് തൊപ്പിയുടെ റിലേഷൻ അടക്കം നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. ബാക്കി നോക്കാം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഓക്കെ, മെയിൻ വേറെ വിഷയമൊന്നുമല്ല. ഇപ്പൊ എന്താ വെച്ചാൽ കുറെ പേര് അഡിക്റ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സീരീസിൽ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ മൊബൈൽ മേടിച്ചിട്ടായിരിക്കും ചില കുട്ടികൾ ഇത് കാണുന്നത്. 10ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ റിലേറ്റീവ്സ് ഒക്കെ തൊപ്പി എന്ന് പറഞ്ഞാൽ മരിക്കുന്ന പിള്ളേരുണ്ട്. അവരൊന്നും നമുക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അവരൊക്കെ അത്ര അഡിക്റ്റ് ആണ്. തൊപ്പി പറയുന്ന പല അള്ളാന്റെ മുത്തെ ഇതൊക്കെയാണ് അവൻ നമ്മൾ കാണുമ്പോ പറയുന്നത്. മാമ എന്നുള്ള വിളിയൊക്കെ മാറ്റി അള്ളാന്റെ മുത്ത് എവിടെയെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എടാ തൊപ്പി ഫാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിരുന്ന് കാണുമ്പോ അപ്പൊ അവരിത് കാണുകയല്ലേ, ഈ കേൾക്കുന്ന തെറി ഇവനും കേൾക്കുന്നു, ഇവന്റെ അനിയനും അനിയത്തിയും കേൾക്കുക. കാരണം കുട്ടികളുടെ സർക്കിളിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ചെല്ലുകയാണ് തൊപ്പി എന്ന് പറഞ്ഞാൽ. ഇതൊരിക്കലും അത് തൊപ്പി ചെയ്യുന്ന ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ താല്പര്യമില്ലെങ്കിൽ കുട്ടികളുടെ നിന്ന് മൊബൈൽ മേടിച്ച് വെച്ചാൽ മതി എന്നൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് അപ്പൊ ചോദിക്കുന്നതല്ല ചായ, കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കും. കുറച്ച് അതല്ല ഇത്തിരി കൂടി നല്ലത്. ശരിക്കും അത് തന്നെയാണ് നല്ലത്. പക്ഷെ നമ്മൾ 2 റെയിൽ പാളങ്ങളിട്ട് അതിലൂടെ ഓടുന്ന ട്രെയിൻ ആകാൻ ഒരിക്കലും അതിന് പറ്റില്ല. ഒരു എവിടെയും തളച്ചിടുന്ന ഒരു അതൊരിക്കലും പറ്റില്ല. അതൊരു ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ തന്നെ പിടിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ഈ മീറ്ററിൽ വേണം ചെയ്യാനായിട്ട്, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് ക്യാരക്ടറായിട്ട് പൊക്കോണ്ടിരിക്കും. ആ ക്യാരക്ടറെ ചിലപ്പോ ഇപ്പുള്ള ക്യാരക്ടറെ അല്ലാണ്ടായി പോകും. അതുകൊണ്ട് അവനങ്ങ് വെറുതെ വിടുക. ഇപ്പൊ എല്ലാരും പറയും ഇപ്പൊ അച്ചായൻ അവന്റെ കൂട്ടത്തിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് പറഞ്ഞു. ശരിക്കും ഒരിക്കലല്ല. ഒരാള് അയാളുടെ ലൈഫ് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അയാൾ അത്രയ്ക്ക് സന്തോഷവാനാണെങ്കിൽ അങ്ങനെ തന്നെ വിടുകയല്ല നല്ലത്.
ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ ഈ അച്ചായൻ എന്ന് പറഞ്ഞ ആളോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം അതെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പൊ ഒരു തൊപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇപ്പൊ ഈ ആങ്കർ ചോദിച്ച പോലെ തന്നെ തൊപ്പി ഇപ്പൊ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തുള്ള ഒരു പുതുമ, എന്താണ് അത് കാണുന്നതിനകത്ത്? ഇപ്പൊ എനിക്ക് തൊപ്പിയുടെ വീഡിയോ കാണാനായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്ര സ്പോണ്ടേനിയസ് ആണ്. ആ പുള്ളി എന്ത് പറയൂന്ന് ആർക്കും പറയാൻ പറ്റൂല, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ പുള്ളിയുടെ വായന്ന് ചിലപ്പോൾ എന്തും വരാം, ആ ഒരു സമയം ചിലപ്പോൾ തെറി വരാം, ആ ഒരു സമയം ചിലപ്പോൾ എന്തും വരാം. പക്ഷെ അത് കാണുന്നവർക്ക് അതൊരു എന്റർടൈൻ ആവുന്നുണ്ട്. ആ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പുള്ളിയുടെ പരിപാടി അവിടെ സക്സസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കാണാനായിട്ട് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് തൊപ്പിയുടെ വീഡിയോ കാണാനായിട്ട് ഇഷ്ടം. പക്ഷേ ഈ ആങ്കർ എന്താണ് ചോദിച്ചത്? ആങ്കർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ബാക്കിയുള്ള ഒരു ഫാമിലി ഓഡിയൻസിനും കൂടെ അപ്പീലാവുന്ന രീതിക്ക് ഈ സാധനം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നൊക്കെയാണ് ആങ്കർ ചോദിക്കുന്നത്. അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ എത്രയോ യൂട്യൂബർമാർ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം സാധനം തന്നെയല്ലേ അപ്പൊ തൊപ്പിക്കും കിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കുട്ടികളുടെ കേസ് ശരിയാണ് ഒരു പരിധി വരെ. കുട്ടികളുടെ കയ്യിലല്ല ഇന്ന് ഫോൺ ഉണ്ട്. പക്ഷേ കുട്ടികളെ ഇത് കൺട്രോൾ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ പാരന്റ്സ് ആണ് അവരുടെ ഫോൺ റെഗുലേറ്റ് ചെയ്യേണ്ടതും എല്ലാം. പാരന്റ്സിന് ഇപ്പൊ ഫോൺ ഒരു കുട്ടിയുടെ കയ്യിൽ ഇരുന്നിട്ട് അത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ഫോൺ മേടിച്ച് കൊടുക്കാണ്ടിരിക്കുക കൊച്ചിനെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോ ഫോൺ മേടിച്ച് കൊടുക്കുകയും നിങ്ങൾ ചെയ്യും, വന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ ഈ തൊപ്പിയുടെ പോലെയുള്ള വീഡിയോകൾ വരുമ്പോഴത്തേക്കും അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പാരന്റ്സ് ആണ്? നിങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. അല്ലാണ്ട് ഈ വീഡിയോ ഇടുന്നവരോ അതൊന്നുമല്ല. ഇപ്പൊ നമ്മൾ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഇപ്പൊ ഏത് നമ്മൾ ഇന്റർനെറ്റിനകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ പല രീതിക്കുള്ള വീഡിയോകളുണ്ട്, പിള്ളേർക്ക് കാണാൻ പറ്റാത്ത പല രീതിക്കുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കുട്ടികളുടെ അടുത്തേക്ക് എത്തും. കാര്യം അതെല്ലാം അവരുടെ വിരൽ തുമ്പിനകത്തുണ്ട്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? പാരന്റ്സ് ആണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർക്കല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. പിന്നെ തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു രസം. പക്ഷെ തൊപ്പി ഇപ്പൊ വീഡിയോ നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എനിക്ക് ഇത്രയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ. അപ്പൊ എന്താണ് ഈ അച്ചായ എന്ന് പറഞ്ഞ ആളെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ തൊപ്പീനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാം വീഡിയോ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക്